നീ വല്ല കവല പ്രസംഗം കേൾക്കാൻ പോയാ? റോട്ടക്കിൽ പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ. അയ്യോ, റോട്ടക്കിൽ മാർസിസ്റ്റേര് പൊതുയോഗം വെച്ചു. ആ കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ. എന്ത് പോകരുത് കാണിക്കണത്? വെറുതെ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ഏതോ റോട്ടക്കിൽ സ്റ്റേജ് കെട്ടി തുടങ്ങിയില്ലേ. അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക്. എന്തിനും ഇവിടെ ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക. എന്താ കാര്യം? അങ്ങനെയൊക്കെയാണ് വലിയ പബ്ലിസിറ്റി കിട്ടും. അവിഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടാണ് കമ്മീഷൻ ഇതൊക്കെ ചെയ്തെങ്കിൽ വളരെ മോശമായി പോയി. മതി എടാ കിടന്നുരുളാതെ. എന്തൊരു ട്രാഫിക് ജാം. അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാവില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിൽ നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം എന്ത് ഞാൻ അതിനെ പോകണ്ടേ? ഞാൻ ഇടയ്ക്കാണല്ലോ. അത് ഞാനും കണ്ടതല്ലേ. അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത്. അവന്മാരെക്കാളും മുമ്പേ ഇവ ഇടി വാങ്ങിക്കുന്ന തോന്നുന്നത്. 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെങ്കിലും ആലോചിക്കേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴും അതാണ് ഈ ശ്രീധരന്റെ ശൈലി. നമ്മള് കോൺഗ്രേറ്റ്സ് അല്ലേ, നമ്മള് വിപ്ലവത്തിന് വേണ്ടിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ആവാം. എന്തായിരുന്നു ആ മഹാങ്ങന്റെ സ്വപ്നം പറഞ്ഞേ? പണ്ടൊക്കെ നമ്മൾ നടന്നുമില്ലേ? ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നാ ഒരു കുഞ്ഞു കാർ പോയപ്പോ പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ. പുറത്തുള്ള മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നല്ലേ ജോയിക്കുഞ്ഞ്. കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അണ്ണം വേണ്ടി വന്ന് ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അപ്പൊ പിന്നെ ഇനി നേരം കളയരുതെണ്ണ. ടാറ്റ നാനോ പോലെയുള്ള വലിയ കാറുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള ചെറിയ കാറുകൾ ഉപയോഗിക്കാൻ എല്ലാവർക്കും അടിയന്തരമായിട്ടൊരു ബോധവൽക്കരണം കൊടുക്കണം. ചേട്ടൻ തന്നെ കൊടുക്കണം. അതിന് ചേട്ടൻ തന്നെ മുൻകൈ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. എല്ലാവർക്കും ഇതേ അഭിപ്രായമാണ് ഞങ്ങളെ പറ്റി. അതെന്താന്ന് ഇതുവരെ ഞങ്ങൾക്ക് പിടിയിട്ടിട്ടില്ല. തലവേദനയുണ്ടോ? യാത്രാക്ഷീണം, വിശ്രമിക്ക്. 21-ാം നൂറ്റാണ്ടിലും കാൽനടയായി മാത്രം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമേ ഉള്ളൂ. ആരാണത്? ഞാനാണ് അയാൾ. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. അതായത് ഈ ധാർഷ്ട്യം എന്ന് പറയുന്നത് തലയ്ക്ക് പിടിച്ചുപോയി ഇവർക്ക്. കാരണം തുടർച്ചയായിട്ട് അധികാരം കിട്ടുക എന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. കാരണം വേറെ ആൾട്ടർനേറ്റീവ് ആളുകൾക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രം, അല്ലാതെ ഇവരാരെയും ഇഷ്ടപ്പെട്ടൊന്നും അല്ല ആളുകൾ അവിടെ കയറ്റിയിരിക്കുന്നത്. എന്റെ ആർക്കെല്ലാം ഇഷ്ടമായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത്. ബോനായി പോയില്ലേ? അഡ്ജസ്റ്റ്മെന്റിൽ ഫുഡ് കഴിച്ചിട്ട് അവർക്ക് പറ്റിപ്പോയില്ലേ? ജനങ്ങളെന്ന് പറയുന്നത് പ്രജകളായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഇവരൊക്കെ രാജാക്കന്മാരും. കാരണം ഇവർക്കൊക്കെ മുന്തിയ കാറുകളിലൊക്കെ പോവാം. മുന്തിയ കാറെന്ന് പറഞ്ഞാൽ ബാക്കി ജനങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ അവർ ഒന്നേ നടന്നു പോയിക്കൊള്ളണം, അല്ലെ കുഞ്ഞിക്കാറിനകത്ത് പോകണം. മാന്യന്മാരൊക്കെ അങ്ങനെയാവും പറയുന്നേ. ഇവിടെ ശരിയായ കാർ ഉപയോഗിക്കാൻ പറ്റുന്നത് കുഞ്ഞിക്കാർ ഉപയോഗിക്കുന്ന വേറൊരാളുണ്ട് നമുക്ക് കേട്ടോ. അതായത് ഒരു 40ഓളം കുഞ്ഞിക്കാറുകളുമായിട്ടാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്. ഇതൊന്നല്ലേ ഉള്ളൂ, ബാക്കി കടം പറഞ്ഞാൽ മതി. അതാണോ കുഞ്ഞിക്കാറ്? അതാണെങ്കിൽ ശരി, കുഴപ്പമില്ല. അപ്പൊ ഇനി MLA മാർക്ക്, MP മാർക്ക്, മന്ത്രിമാർക്ക് വേറെ ഡസൻ കണക്കിന് പല ജാതി പ്രേതങ്ങൾ അവിടെ കിടന്ന് വിലസുന്നുണ്ട്. രാജാവാ? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. അവർ ഉപയോഗിക്കുന്നത് കാറ്. ബാക്കി ജനങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ കുഞ്ഞിക്കാർ ഉപയോഗിച്ചോണം. അത് മാത്രമല്ല, എന്ത് ധാർഷ്ട്യമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നടന്നു പോയാൽ പോരെന്ന് ഈ പറയുന്ന ആള് നടന്നു പോട്ടെ. ഇതിനകത്തെ ഒരു ത്രില്ലില്ല. ബാക്കി ജനങ്ങൾ നടക്കണോ ഇരിക്കണോ അതോ കാറിനകത്ത് പോണോ ബസ്സിനകത്ത് പോണോന്ന് അവര് തീരുമാനിക്കും. അത് ഇവരാരാ തീരുമാനിക്കാൻ? ഇത്രത്തോളം ധാർഷ്ട്യവും അഹങ്കാരവും നമുക്ക് കാണാൻ പറ്റും. എന്റെ ചേച്ചി എന്താ സംഭവിച്ചത് ഞാൻ പിന്നീട് പറയാം. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, അത് കാരണമാണ് ബംഗാളില് അടിച്ചു ഓടിച്ചു വിട്ടത് ജനങ്ങള്. അവിടെ തിരിച്ചു കയറാൻ പറ്റിയിട്ടുണ്ടോ ഇന്നുവരെ? ഇല്ലല്ലോ. ഇനി ഇത് ഇവിടെ സംഭവിക്കും. അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. കാരണം ഇത്രത്തോളം അഹങ്കാരം, അഹന്ത പാടില്ല. ഇതൊരിക്കലും ചെയ്യാൻ പാടുള്ള ഒരു കാര്യമല്ല. എല്ലാറ്റിനും ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ മാധ്യമങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ആ നെഗറ്റീവിന്റെ ഒപ്പം തന്നെ ഒരു പോസിറ്റീവും ഉണ്ട്. അതാണ് കറണ്ടിലെ നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും ശക്തി. അങ്ങനെ റോഡൊക്കെ കുത്തിപ്പൊളിച്ച് കെട്ടിയ സ്റ്റേജിൽ നിന്ന് നാട്ടുകാർക്ക് വേണ്ടി 2 ഗോവിന്ദ മാഷിൽ 1 ഗോവിന്ദ മാഷ് ഘോരം പ്രസംഗിക്കാണ് സുഹൃത്തുക്കളെ. അതൊക്കെ പരിഹരിക്കാൻ ഈ പാർട്ടി ജീവനുള്ള പാർട്ടിയാണ്. അതല്ല മോനെ അങ്ങനെ പറയുന്നത്. അതൊക്കെ നിസ്സാര മണിക്കൂറുകൾ കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും. കാരണം ഇത്
വി ജോയിയുടെയോ എം പി നികേഷ് കുമാറിന്റെയോ അച്ഛന്റെ പാർട്ടി അല്ല. അതുപോലെ തന്നെ MP നികേഷ് കുമാറിന്റെയോ വി ജോയിയുടെയോ അല്ലെങ്കിൽ ഗോവിന്ദ മാഷിന്റെ ഒന്നും റോഡല്ലല്ലോ ഇത്. ഇതിനെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. കേസ് ചാർജ് ചെയ്യാനോ? അതെ. എന്തൊക്കെയാണ് ലംഘനങ്ങൾ? ഒന്ന്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് D. അതിൽ പറയുന്നത്, സിറ്റിസൺസ് ഹാവ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ബ്ലോക്കിംഗ് എ പബ്ലിക് റോഡ് ഡിസ്റപ്റ്റ്സ് ദിസ് ഫ്രീഡം ബൈ റെസ്ട്രിക്റ്റിംഗ് പീപ്പിൾസ് എബിലിറ്റി ടു കമ്മ്യൂട്ട് ഫ്രീലി ആൻഡ് വിത്തൗട്ട് അൺഡ്യൂ ഹിൻഡ്രൻസ്. പോയിന്റ് മനസ്സിലായോ? എടോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ ഒന്ന്? അടുത്തത്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21. The prolonged inconvenience caused by traffic jams may indirectly infringe upon the right to life and personal liberty, particularly in case of medical emergencies, loss of time or stress caused by delays. ധാരാളം ബുദ്ധിമുട്ടുകൾ ഒരു മനുഷ്യന്റെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള റോഡ് ബ്ലോക്ക് കൊണ്ട്. നിങ്ങളെ തൊലിഞ്ഞ നിയമം കൈ വെച്ചോണ്ടാ മതി. இங்க நான் தான் கிங், நான் வச்சதான் ரூல்ஸ். அந்த ரூல்ஸ் எனக்கு இஷ்டத்துக்கு அப்பப்போ மாத்திட்டே இருப்பேன். ട്രാഫിക് ബ്ലോക്ക് എന്ന് വെച്ചാൽ എവിടെയും എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ കോടതി കേസെടുക്കാൻ തുടങ്ങി എവിടെ ചെന്ന് അവസാനിക്കും? ആളുകൾക്ക് നടന്നു പോയാൽ പോരെ എന്നാണ് സഖാവ് ചോദിക്കുന്നത്. കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. നടന്നു പോയാൽ പോരെ? കേസിനും വക്കാണത്തിനും ഒന്നും പോയോണ്ട് ഒരു കാര്യമില്ല. അതാണ് പറഞ്ഞത്, ആണായി ജനിച്ചാൽ മാത്രം പോരാ, അല്പസ്വല്പം ബുദ്ധി വേണമെന്ന്. ഉദാഹരണത്തിന് ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന് CPM-ൻ്റെ സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിൽ സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി മന്ദിരത്തിൽ നിന്ന് പതുക്കെ നടന്നു പോയാൽ പോരെ സെക്രട്ടേറിയറ്റ് വരെ? അത്ര വലിയ ദൂരമൊന്നുമില്ല. നടന്നു പോയാൽ മതി. വെയിലുണ്ടെങ്കിൽ കുട നിർത്തി പിടിച്ച് നടക്കാം, മഴയാണെങ്കിലും കുട നിർത്തി പിടിച്ച് നടക്കാം. അതുപോലെ തിരിച്ച് വൈകുന്നേരം പോവുകയും ചെയ്യാം. പോകുമ്പോൾ ഒരു പുതിയ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് കുറിച്ചുകൊണ്ട് നടക്കാം. ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്ന് ഉണ്ടാക്കില്ലേ അവന്മാരെ. ഇവിടുന്ന് ഇപ്പൊ 2 ആള് ജയിച്ചില്ലേ ഈ വയനാട്ടിൽ? രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? ആരുടെ പിന്തുണയിലാ രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തിയത്? ഇതൊന്ന് വഷളാക്കണം. ആരുടെ പിന്തുണയിലാണ്? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? മുസ്തഫ, അതിൽ തെറ്റുണ്ടോ? അതിലൊരു തെറ്റുമില്ല തങ്ങളെ. വർഗീയവാദി, ഡെമോക്രാറ്റിക് റാസ്കൽ. വലിയ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് പ്രിയങ്ക ഗാന്ധി ഇവിടെ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ഒരു ക്ലൂ തരാമോ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? മുഖ്യധാരയിലേക്ക് വരും. ഇദ്ദേഹമാണ് ആ കൊലപാതകത്തിന്റെ ബ്രെയിൻ. കണ്ടെത്താവുന്നില്ല. അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? അവരെല്ലാം അല്ലേ? അവരും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമല്ലേ ഇവിടെ? വായ തുറന്നാ തന്നെ വർഗീയതയല്ലാതെ മറ്റൊന്ന് പറയാൻ അറിയാത്ത വിജയരാഘവൻ. അവനെ വിളിക്കേണ്ടത് വിജയരാഘവൻ എന്നല്ല, വർഗീയരാഘവൻ എന്നാണ്. ഇതിന്റെയൊക്കെ പുറകിൽ വേറെ ചില കളികളുണ്ട്. വേറൊന്നുമല്ല, വർഗീയത. സർ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ നന്ദു, എന്നോടൊന്നും ചോദിക്കരുത്.